എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഭാഗ്യവചനധാര ശ്രോതാക്കൾക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. വിശുദ്ധ മർക്കുസിന്റെ സുവിശേഷം 10:46 മുതലുള്ള തിരുവചനങ്ങളിൽ ബർത്തിമേയോസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. യേശു അതിലെ പോകുന്നുവെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര യേശുവേ, എന്നിൽ കനിയണമേ എന്ന്. നിശബ്ദനായിരിക്കാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. അത് കേട്ടപ്പോൾ യേശു അവിടെ നിന്നിട്ട് അവനെ വിളിക്കുക എന്ന് പറഞ്ഞു. അവർ അന്ധനോട് പറഞ്ഞു, ധൈര്യമായിരിക്കും, എഴുന്നേൽക്കൂ, യേശു നിന്നെ വിളിക്കുന്നു. കണ്ടോ, യേശു അടുത്തുണ്ടായിരുന്നപ്പോൾ അവന് കിട്ടിയ ആ ധൈര്യം കൊണ്ട് അവൻ കുതിച്ചു ചാടി പുറകുപ്പായം പോലും ഉപേക്ഷിച്ച് യേശുവിന്റെ അടുത്തെത്തി കാഴ്ച പ്രാപിക്കുന്നു. യേശു തമ്പുരാൻ അടുത്തുണ്ടെങ്കിൽ അസാധാരണമായ ഒരു ധൈര്യം നമുക്ക് ലഭിക്കും. നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാകും. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ കർത്താവിന്റെ ദാസനായ മോശയുടെ മരണത്തിന് ശേഷം അവന്റെ സേവകനായ ജോഷുവയോട് കർത്താവ് പറയുന്നു, എന്റെ ദാസൻ മോശ മരിച്ചു. നീയും ജനം മുഴുവനും ഉടൻ ജോർദാൻ നദി കടന്ന് ഞാൻ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ദേശത്തേക്ക് പോവുക. മോശയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ കാലുകുത്തുന്ന ദേശമെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കും. ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ശക്തനും ധീരനുമായിരിക്കുക. വീണ്ടും കർത്താവ് ജോഷുവയോട് പറയുന്നു, പിതാക്കന്മാർക്ക് കൊടുക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശം ഈ ജനത്തിന് വീതിച്ചു കൊടുക്കേണ്ടത് നീയാണ്. മോശ നൽകിയ എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക. നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. അതിനായി എന്തെല്ലാം ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഉദ്യമങ്ങളിൽ എല്ലാം നമ്മൾ വിജയം വരിക്കുവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളും ചെയ്യുമ്പോൾ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടായിരിക്കുകയും വലിയൊരു ശക്തിയും ധൈര്യവും നമുക്കുണ്ടാവുകയും ചെയ്യും. അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.